ഇന്ത്യയും പാകിസ്ഥാനുമായി അനവധി വിഷയങ്ങൾ തർക്കമുണ്ട്. അതിലേറ്റവും വലിയ ഒരു സംഘർഷത്തിലേക്ക് എത്തി നിൽക്കുന്നത് ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. അതിനിടയിൽ പതിറ്റാണ്ടുകളായി തർക്കമുള്ള ഒരു കരാർ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു ഇന്ത്യ ഒരു നോട്ടീസ് പാകിസ്ഥാൻ നൽകിയിരിക്കുന്നു. സിന്ധു നദീജല ഉടമ്പടിയാണ്. ആർട്ടിക്കിൾ 11(3) പ്രകാരം ഇതിൻ്റെ വ്യവസ്ഥകൾ രണ്ട് രാജ്യങ്ങളും പുനഃപരിശോധിക്കേണ്ടത് ആവശ്യമായിരുന്നു. പക്ഷേ 1960 ഈ ഉടമ്പടി നിലവിൽ വന്നത്. അതിനുശേഷം ഇത് പുനഃപരിശോധന ഉണ്ടായിട്ടില്ല. ഈ രണ്ട് രാജ്യങ്ങളുടെയും ജനസംഖ്യയും ഒപ്പം തന്നെ ഭൂപ്രദേശത്തിലുമെല്ലാം വ്യത്യാസം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തരുന്ന ഔദാര്യം, അങ്ങനെ തന്നെയാണ് അതിൽ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ തരുന്ന ഔദാര്യമാണ് സിന്ധു നദീജലം. അത് നിങ്ങൾ അനാവശ്യമായി ദുരുപയോഗം ചെയ്യുന്നു, അതിനെ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെ വ്യക്തമായി തന്നെ പറയുന്നു. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദമാണ് അതിൽ പ്രധാനമായി ഊന്നുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, റാറ്റിൽ കിഷൻ ഗംഗ എന്ന് പറയുന്ന രണ്ട് വലിയ ജലവൈദ്യുതി പദ്ധതികളുണ്ട്. ഇത് ഈ തർക്കത്തെ തുടർന്ന് പലപ്പോഴും ഇഴഞ്ഞു നീങ്ങിയാണ്. ഈ നോട്ടീസിൽ സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഊർജ്ജ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ജലത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഈ അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ടുള്ള ജലവൈദ്യുതി പദ്ധതികളായിരുന്നു. ഈ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ തന്നെ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ പറയുന്നത് തങ്ങളുടെ കുടിവെള്ളം നിന്നുപോകും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇന്ത്യ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾ നൽകുന്ന ജലം അത് വേണ്ടാത്ത രീതിയിൽ ഇല്ലെങ്കിൽ അനാവശ്യമായി ദുരുപയോഗം ചെയ്ത് കളയുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ ഈ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ ഭീകരവാദ പ്രവർത്തനമാണ് പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു നോട്ടീസിന് പിന്നിലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ വെള്ളത്തിൻ്റെ ആ സ്രോതസ് ബ്ലോക്ക് ചെയ്യുകയാണ് എങ്കിൽ ഒരുപക്ഷെ അതൊരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും പാകിസ്ഥാൻ. കാരണം ഒരു വലിയ പ്രദേശത്തെ കൃഷിയും കുടിവെള്ളവും ഒക്കെ പെട്ടെന്ന് നിലച്ചു പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരും. ഏതായാലും സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിലൂടെ കാര്യങ്ങൾ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒപ്പം നമുക്കറിയാം ബംഗ്ലാദേശിലും സമാനമായ ചില വൈദ്യുതി കട്ടുകളും മറ്റും ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നു, നോട്ടീസ് നൽകിയിരിക്കുന്നു. സിന്ധു നദീജല ഉടമ്പടി തങ്ങൾ പുനഃപരിശോധിക്കാൻ പോവുകയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ഭൂപ്രദേശവും ഒപ്പം തന്നെ ജനസംഖ്യയും വർദ്ധിച്ചിരിക്കുന്നു, കൂടുതൽ ജലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങളുടെ റാറ്റിൻ കിഷൻ ഗംഗ ജലവൈദ്യുതി പദ്ധതികൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ്.